രുദ്രേട്ടാന്ന് വിളിച്ച നാവ് കൊണ്ട് വസന്ത അമ്മാവാന്ന് വിളിപ്പിക്കല്ലേ പൊന്നു ഷാനവാസേ. വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല. ജിസൈൽ കാണുമ്പോഴേ ഞാൻ ഊഹിച്ചായിരുന്നു എന്തായാലും നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുന്നത്. അവരിട്ടോട്ടെ, ഞങ്ങൾ കണ്ടോട്ടെ, അവർക്ക് കുഴപ്പമില്ല. പിന്നെന്താ, അതിനൊന്നും കയറിയിട്ട് നോമിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഷാനവാസ്, അത് വിട്ടേക്കൂ. നിങ്ങൾക്ക് തന്നെ പുറത്ത് നെഗറ്റീവ് വന്ന് ഇതൊന്നും അവരറിയുന്ന പോലില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അവരവരുടെ മനസ്സിനുള്ളതല്ല ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരട്ടെ, നമുക്കതൊക്കെ അറിയാമല്ലോ അല്ലേ. എന്തായാലും വോട്ടിംഗ് വന്നിട്ടുണ്ട്, നോമിനേഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ രേണുസുതി അതിലെത്തിയിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാൽ രേണുസുതിനെ ഔട്ടാക്കാൻ ഉടനെ ഒന്നും ആർക്കും പറ്റില്ല. നല്ല വോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് മമൻ വിടത്തുമില്ല അവരെ പുറത്തോട്ട്. പിന്നെ നമ്മുടെ ചെറുക്കലക്കരിക്കല്ലേ, അഡ്വക്കേറ്റിന് 8 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അവരിപ്പോൾ ഇതോടെ നന്നാവും, അല്ലെങ്കിൽ അവരിതോടെ തന്നെ പോവുകയും ചെയ്യും. ഇത്രയും വോട്ടൊക്കെ കിട്ടുമ്പോൾ അവരൊന്നും കൂടെ വേണേൽ ബോൾഡാകും, അല്ലെങ്കിൽ ഇതോടെ തന്നെ പുറത്തു ആകും. നമ്മുടെ ശൈത്യയുടെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അബി കുറച്ച് സ്മാർട്ടാണെന്ന് തോന്നിട്ട്, അപ്പോൾ അബീനെയൊക്കെ അടിപൊളിയാക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്യാപ്റ്റൻ്റെ കാര്യം പറയേ വേണ്ടല്ലോ, എല്ലാവരും കൂടെ പുറത്താക്കാൻ നോക്കിയത്. പക്ഷേ ആദ്യം തന്നെ അയാൾ ക്യാപ്റ്റനായിട്ടുണ്ട് അനീഷ് ഭയങ്കര ചൊറിയനാണ്. അനീഷ് അകത്തുള്ളവരെ ചൊറിയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മൾ പുറത്തുള്ള പ്രേക്ഷകർക്കും നന്നായിട്ട് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പോകെയുള്ള കളികളൊക്കെ നമുക്ക് നോക്കാം. ആരൊക്കെ നിൽക്കും, ആരൊക്കെ തളരുവെക്കുന്നത് നമുക്കൊക്കെ നോക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.